നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നെയ്യാറ്റിൻകര പിതാവിനെ മക്കൾ സമാധിയിരുത്തിയെന്ന ദുരൂഹ സംഭവത്തിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പോലീസ് തുറന്നു. ഇരിക്കുന്ന നിലയിൽ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളുമുണ്ട്. തുടർ നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് മുഖത്തും ശിരസ്സിലും വിഗ്രഹങ്ങളിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തി. പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരിക്കുന്നത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുക. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലാണ്. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത്. കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്നും പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു. ഇത് സ്ഥിരീകരിക്കാൻ DNA പരിശോധന ഉൾപ്പെടെ നടത്തും. മരണകാരണവും കണ്ടെത്താനുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് DYSPമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചു. ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. ടാർപാളിൻ ഉപയോഗിച്ച് കല്ലറ മറച്ചതിനു ശേഷമാണ് മേൽമൂടി തുറന്നത്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നിലവിലെ ഭേദഗതികൾ ഇതിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ബിഷപ്പ് ജോസഫ് പ്ലംബാനി. സർക്കാരിൻ്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവും ഉണ്ടെന്ന് പറഞ്ഞ പ്ലംബാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തെന്നും അഭിപ്രായപ്പെട്ടു. സർക്കാർ തീരുമാനം വൈകി എന്ന അഭിപ്രായമില്ലെന്നും അവരുടെ ആത്മാർത്ഥത സംശയിക്കുന്നില്ലെന്നും കേന്ദ്രവും സത്വര ഇടപെടൽ നടത്തണമെന്നും ജോസഫ് പ്ലംബാനി കൂട്ടിച്ചേർത്തു. വനം നിയമ ഭേദഗതിയിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പിന്മാറ്റം ഞങ്ങൾ നയിച്ച പോരാട്ടത്തിൻ്റെ വിജയമാണെന്ന് മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ പറഞ്ഞു. കർഷക മനുഷ്യത്വ വിരുദ്ധ ബിൽ നിന്നുള്ള സർക്കാർ പിന്മാറ്റം ബില്ലിനെതിരെ നയിച്ച ജനകീയ യാത്രയുടെ വിജയമാണെന്നും പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നുവെന്നും പോരാട്ടത്തിന് പിന്തുണ നൽകിയ UDF നേതാക്കൾക്ക് നന്ദി പറയുന്നുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് 570 തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസിസ്റ്റന്റ് സർജൻമാരുടെ 5 തസ്തികകളും ഗ്രേഡ് 2 നഴ്സിംഗ് ഓഫീസർമാരുടെ 150 തസ്തികകളും ഗ്രേഡ് 2 ഫാർമസിസ്റ്റുകളുടെ 250 തസ്തികകളും ഗ്രേഡ് 2 ലാബ് ടെക്നീഷ്യന്മാരുടെ 135 തസ്തികകളുമാണ് പുതുതായി സൃഷ്ടിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CPM അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്ലക്സ് സ്ഥാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാരിൻ്റെ ഉത്തരവ് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ലംഘിച്ചിരിക്കുന്നതെന്നും സംഘടന ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും ഹൈക്കോടതി പറഞ്ഞു. സംഘടനാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാർ ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിൻ്റെ നാടകത്തിന് തിരശ്ശീലയിട്ട് ഹൈക്കോടതി. എല്ലാത്തിനും നിരുപാധികം മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ. ജാമ്യ ഉത്തരവിന് പിന്നാലെയുണ്ടായ നാടകീയ സംഭവങ്ങളിലാണ് ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറഞ്ഞത്. മറ്റു തടവുകാരുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ല ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നതെന്നും കോടതിയോട് ബഹുമാനം മാത്രമാണുള്ളതെന്നും ഒരാളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഭാവിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരാണ് ക്ഷമാപണം നടത്തിയത്. ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി ഈ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. നടി ഹണി റോസിൻ്റെ ലൈംഗിക അധിക്ഷേപ പരാതിയെ ജാമ്യം കിട്ടിയിട്ടും ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങാതെയിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിരുന്നത്. വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുതെന്നും കഥ മെനയാൻ ശ്രമിക്കുകയാണോ എന്നും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ചോദിച്ച കോടതി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. നയപ്രഖ്യാപനത്തിൻ്റെ കരട് അംഗീകരിച്ച പുതിയ ഗവർണർ നിലവിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിൻ്റെ സൂചന നൽകുന്നില്ല.
വന നിയമ ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ വന്നില്ലെങ്കിലും ഇതടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയാകും. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായ PV അൻവർ പാലക്കാട്ടെ കോൺഗ്രസ് വിമതൻ AV ഗോപിനാഥിനെ കണ്ട് ഒപ്പം നിൽക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അൻവറിൻ്റെ ആവശ്യം തള്ളിയ AV ഗോപിനാഥ് താൽപ്പര്യമില്ലെന്ന് അറിയിച്ചു. ഇന്നലെ രാത്രി AV ഗോപിനാഥിൻ്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് PV അൻവർ ചർച്ച നടത്തിയത്. വയനാട് ദുരന്ത പുനരധിവാസത്തിനായി തങ്ങളുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെ പ്രതിഷേധിക്കാൻ CPM വയനാട് ചുണ്ടയിലെ ഓഫീസിലേക്ക് CPM ഇന്ന് മാർച്ച് നടന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടി ഹാരിസൺ മലയാളം വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന് മുൻകൂർ ജാമ്യം. കോട്ടയം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ജനുവരി 6-ന് PC ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തത്. ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രോഗത്തിന് ചികിത്സിക്കുക മാത്രമല്ല, രോഗം വരാതെ നോക്കുന്നതും പ്രധാനമാണ്. ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചത്. വയനാട്ടിലെ DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 3 വഞ്ചനാ കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് തീരുമാനം. പത്രോസ് താളൂർ, സയൂദ് ഷാജി എന്നിവർ നൽകിയ പരാതികളിലെ കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന് കോടതിക്ക് നിഗമനത്തിലെത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഭാര്യ സുലോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.